पकड़ लूं, ये ठंडा चांद पकड़ लूं, दिन रात के बेरी भेद का रुख मोड़ के मैं रख दूं, तुझे संग बैर लगाया ऐसा रहा ना मैं फिर अपने जैसा, ओ रहा ना मैं फिर अपने जैसा. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? മഷ്റൂം സോസ് നല്ലതാണോ? മഷ്റൂം കഴിച്ചു നോക്കില്ല. നൈസ് ഫൺ, നൈസ് ഫൺ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ മഷ്റൂം സോസ്. അത് ചിക്കന് വേണ്ട സോസ്. ചിക്കൻ കൊണ്ടിൻ്റെ പണ്ട വെക്കട്ടെ. എന്തായാലും നൈസാണ്. നൈസാണ്. ഇവിടുത്തെ ഫുഡ് അടിപൊളി. ഞാൻ കുറേ ഉണ്ടായിരുന്നു. കുറേ നാളായല്ലേ ഇങ്ങനെ? പക്ഷേ ആക്ച്വലി നല്ല ഫീലിംഗ് ഇല്ല. നല്ല ഫ്രഷ് ഒരു ഫീലിംഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിഷ്ടമായി. ഇതിപ്പോൾ സാധനം നമുക്ക് ഇടയ്ക്ക് ഞാൻ ഇതാണ് ലൈഫിൽ ആഗ്രഹിച്ചത്. മനസ്സിലായി. നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോയാലും ഇടയ്ക്ക് ദൂരെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഫീലിംഗ് ആ സാധനം നമുക്ക് ലൈഫ് വേണം. ഈ സാധനമാണ് നമ്മൾ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എത്ര ഞാൻ എൻ്റെ പോലത്തെ പറ്റി സംസാരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കും. ഇത് പൊട്ടറ്റ് മാസ്റ്റർ കൊടുക്കാം. പൊട്ടറ്റ് പുഴുങ്ങി മാസ്റ്റർ കിട്ടും. ചിക്കനെക്കാട്ടിലും സോസും ഈ പൊട്ടറ്റോ മസ്റ്റ് സാധനമുണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്നോട് പറയാം. നല്ല പറയട്ടെ. ഹെവനാണ്. ഹേസൽ ഹെവൻ ഒരെണ്ണം കൂടെ. മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിനൊരു റിസൾട്ട് വരുന്നത്. എന്താണ് മനസ്സ് തൊട്ട് വേണം എന്ന് വെച്ച് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നൊരു നിർവൃത്തി ഉണ്ടല്ലോ പിന്നെ മോളെ, അതാണ് ഫീൽ. ഭയങ്കര ഫീല്. அண்டால காஃபி குடிக்கிற மாதிரியே இருக்கு. விரலில் பார்க்கும்போது என் ஃபேஸ் ரொம்ப அழகாக இருக்கு. எடுத்துட்டு இருக்கியா? எடுத்துட்டு தான் இருக்கு. நல்லா நல்லா எப்படி தான் எடுக்கும். whoever my husband is, എന്തായാലും ഫുഡിൻ്റെ ഒരു ലക്കിയാണ്. ഞാനിതുപോലെ ഓരോന്ന് കഴിക്കും വീട്ടിൽ പോയതെല്ലാം ഉണ്ടാക്കുന്നത്. ബട്ടലപ്പം ഇത് കഴിച്ചു, ഇത് സ്റ്റിക്ക് കഴിച്ചു. ഇതാണ് അടിപൊളി സോസ്. മഷ്റൂം പൊതുവെ എനിക്കിഷ്ടമല്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് മഷ്റൂം സോസുള്ള സാധനം കഴിക്കും. പക്ഷേ മഷ്റൂമിനെ ഉണ്ടാക്കേണ്ട പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം നല്ല ടേസ്റ്റ്. മനസ്സിലായി? ക്യാപ്സിക്കം, ചെറിയ ടൊമാറ്റോ, ചെറിയ കഴിച്ചു കഴിച്ചു.
റിഫ്രഷിങ് ഫീൽ കിട്ടും, വേറെ കുറേ ഐഡിയാസ് കിട്ടും. ഇപ്പം നീ പറഞ്ഞിട്ടുണ്ടെത്തിയാ എനിക്ക് പുതിയ കുറേ ഐഡിയാസ് ഒന്നും നമ്മൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം ഷെയർ ചെയ്തു. ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ, മനസ്സിലായോ? ഒരു ഫ്രഷ് ഫീൽ. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു രസം ഡെയിലി കാണുന്നതിനെക്കാട്ടിലും ഇതൊരു അതാണ് വേണ്ടത്. അതെ, അതാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത്. പക്ഷെ എന്നാൽ നിങ്ങളോട് പറഞ്ഞു തന്നാൽ മനസ്സിലാവത്തില്ല, ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അറിയില്ലേ? ഇത് നല്ല രസമുണ്ട്. പക്ഷെ എന്റെ കഴിപ്പ് കണ്ടു കഴിഞ്ഞോണ്ടല്ലോ വെച്ച് കഴിക്കുന്ന പോലെ കാണും. You look into that phone. Kill this lady. Why? റീസെൻ്റ്ലി ഉണ്ടല്ലോ, എനിക്ക് റീസെൻ്റ്ലി ഞാൻ ഭയങ്കര കണ്ടംപ്ലേറ്റീവ് ഫീൽ ചെയ്തിട്ട് എനിക്കറിയാം, എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നന്നായിട്ടറിയാം. അതേപോലെ എഴുത്തും. പക്ഷെ എന്നാൽ എഴുത്ത് ഞാൻ കുറേ ആയിട്ട് ചെയ്തിട്ട്, എഡിറ്റിംഗ് എന്നെ ജീവിപ്പിക്കുന്ന ഒരു സാധനം തന്നെ അത് തന്നെയാണ് ഒരു സാധനം. ഈ വർഷം തുടങ്ങിയ കുറച്ച് ടൈമിലൊന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിർത്തിയത് ബ്രേക്ക് നിർത്തിയായിരുന്നു, 2-3 മാസം നിർത്തിയായിരുന്നു. ഇപ്പോൾ ഒരു എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി, എഡിറ്റ് ചെയ്ത് അതിന് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. ദ കൈൻഡ് ഓഫ് ലവ് ഐ എം ഗെറ്റിംഗ് ഫ്രം ദെയർ ഈസ് amazing. കാതലും കഥകളും ആരെ അറിയിച്ചിട്ടില്ല. എനിക്ക് ജെന്യുവൻലി കണ്ടന്റിന് വേണ്ടി കിട്ടുന്ന ആളുകൾ മതി, എൻ്റെ സർക്കിളിൽ നിന്ന് ആരും വേണ്ട. ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം വേണമായിരുന്നു. അതിന് ന്യൂ സെറ്റ് ഓഫ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഭയങ്കര സപ്പോർട്ട്, അതൊക്കെ ഭയങ്കര സപ്പോർട്ട്, കമൻസ് ഒക്കെ ഇഷ്ടം പോലെ. ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ കുറവാണ്. പക്ഷേ എല്ലാവരും പറയും മനസ്സിരുത്തി ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തും വർക്ക് ആവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ പലർക്കും ഇത് റിലീജിയസ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റൻസിലി ചെയ്യാൻ പറ്റാറില്ല. ഇഷ്ടപ്പെട്ടിട്ട് തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുക്കുമോ. കൺസിസ്റ്റൻ്റ് ആവാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് വരും. പലർക്കും പറയാനേ അറിയുള്ളൂ, ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. ഇത് ബൂസ്റ്റല്ലേ? നാട്ടിക്കവര് അവരെ ഇത് ബൂസ്റ്റാണ്, എന്നവര് പറ ബൂസ്റ്റ് ചെയ്ത് നോട്ടബിളല്ലെന്ന് പറ. നൈസ് മീറ്റിംഗ് യു ഫസ്റ്റ്. കൈ തരൂ. ഫൈനലി മെറ്റവർ സാന്ദ്ര. അതെ, യെസ്. ഓക്കെ, താങ്ക് യു. അതാ കാണാൻ പറ്റില്ല, വരുന്നതേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ട് എന്താ സാധനം അറിയാമോ? അതെ, എല്ലാരും അത് പറയാറുണ്ട്. ഞാൻ ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെ കിട്ടിയാൽ ഞാൻ ഒരു കോൺസെപ്റ്റ് റെഡിയാക്കിയാനായിരുന്നു. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ് റെഡിയാക്കിയാൽ എനിക്കിഷ്ടം. ഇങ്ങനെ എഴുതി ഷൂട്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിക്കണേ, എങ്ങനെയല്ല പുള്ളിനെ നോക്കാനാണ്. ഒന്നുകൂടെ വയ്ക്കാം. അത് നീ ഒന്നുകൂടെ എടുക്കാവോ? ആ സൈഡിൽ തന്നെ പിടിച്ചിട്ട് ആ സൈഡിൽ തന്നെ എടുക്കാന്ന് നിന്റെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അതെ, ലെഫ്റ്റ് സൈഡ് എടുത്ത്. അതെടുത്ത് ഒന്നുകൂടെ എടുത്തു. കണ്ടുകൊണ്ടേ ലൈറ്റായിട്ടുണ്ട്, സുഖമുണ്ട്. ചിക്കൻ കൊണ്ട് കുറയ്ക്കണം. എന്നിട്ട് വെച്ച് കുറേയും കൂടി പ്രൊഫഷണൽ വിരിക്കുന്നുണ്ടാവും. പതിയെ ലൈഫിൽ വെജിറ്റേറിയൻ ഭയങ്കര ചൂട് എവിടെ ചൂട്. ആദ്യം ഹോട്ട് ചോക്ലേറ്റ് ഫുഡ് എന്നെ നോക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. തണുത്തിട്ട് പെട്ടെന്ന് തണുക്കും ഇത് സാധനം. തണുപ്പുണ്ടേ. നൈസ് നൈസ്.
പിന്നെ അഞ്ചുമില്ലാന്നെങ്കിൽ ഈ ട്രിപ്പ് പോസിബിൾ ആവില്ല. ഞങ്ങളുടെ എല്ലാ ട്രിപ്പിൻ്റെയും മാസ്റ്റർ പ്ലാൻ ഇവളാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രിപ്പ് എങ്ങനെ പ്ലാൻ ആക്കുമെന്നുള്ളത് അവൾ കറക്റ്റ് സെറ്റ് ചെയ്യും. ഓൾട്ടർനേറ്റീവ്സ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടം പ്ലാനിങ് ചെയ്യാൻ. ഞാൻ കുടിച്ചു നല്ല തിക്ക് സാധനം. ഞാൻ ഒരുപാട് ഹോട്ട് ചോക്ലേറ്റ്സ് കുടിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ കൊച്ചിയിൽ എവിടെ പോയാലും ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത് എൻ്റെ മെയിൻ പരിപാടി. പ്ലസ് വെച്ചാൽ മതി. പക്ഷെ ഇത്ര തിക്ക് എനിക്ക് എങ്ങും കിട്ടിയിട്ടില്ല. തിക്നെസ് നല്ല തിക്നെസ് ആട്ടോ. പക്ഷെ അതുപോലെ ക്യാഷും ഉണ്ടാക്കണം. Wow, you look beautiful, both of you. കൊള്ളാം. ഞാൻ കണ്ട് കോഫി കുടിച്ചു ഇതെല്ലാം കൂടെ ഉള്ളിൽ ചെന്നിട്ട് അടി ഉണ്ടാക്കാനാ. കഥകൾ ജീവന്റെ ഏടുകളിൽ വിരിഞ്ഞൊരൻ കഥകൾ നിൻ കാതിൽ ചൊല്ലുമിതാ. കരിയും തൂവെള്ള ചായങ്ങളും കലർന്നൊരാ ലിപിയാ കാലം കുറിക്കുമിതാ. എൻ കണ്ണുനീരും എൻ സ്വപ്നങ്ങളും ഉൾപുഞ്ചിരിയും എൻ നേരും നുണകളും ചേരും കഥ ഇനി അറിയാൻ എൻ മേഘമൗനം പെയ്തിടുന്നു ഞാൻ. അല്ല, ഇൻസ്ട്രക്ഷനകത്ത് സാമ്പാർ വടക്കകത്ത് മറ്റേ വട സാമ്പാറിനകത്ത് വെക്കണ്ട, സെപ്പറേറ്റ് വെച്ച് ഒന്ന് പോടാപ്പാ. മുട്ടക്കകത്ത് വെച്ചൊക്കെ ചട്നിയുടെ കൂടെ മുക്കി തിന്നോളാം. Let me tell you my story, my story, my story. Oh, oh. Let me tell you my story, my story.